നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മക്കൾ എത്ര വളർന്നാലും കാണും. നിരഞ്ജനെ ഓർത്ത് എനിക്കിപ്പോഴും ആദിയില്ലേ. ശങ്കരേട്ടൻ വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ചേച്ചി, നീ ഇത് എവിടെയായിരുന്നു പൊന്നുമണി? ഞാനിവിടെ വീട്ടില്. അപ്പോ ഇന്ന് നീ ക്ലാസ്സിൽ പോയില്ല അല്ലേ? 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം ചേച്ചി. കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട് പോവാൻ പേടിയായിട്ടാ. ശരി. പൊന്നുമണി ഇന്നും ക്ലാസ്സിൽ പോയിട്ടില്ല. കുഞ്ഞിനെ കാവലിരിക്ക. പാവം, വല്ലാതെ ഭയന്നിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും അവളുടെ ഗതികേടാ ഞാൻ ഓർക്കുന്നത്. ആ ചതിയന്റെ കുഞ്ഞിനെ കാവലിരിക്കേണ്ടി വന്നില്ലേ? അത് പറയാൻ എനിക്കെന്താ യോഗ്യതയുള്ളത്? അതിനേക്കാളും വലിയൊരു ചതിയന്റെ കുഞ്ഞിനെയല്ലേ ഞാൻ വളർത്തുന്നത്. അക്ഷരേ, മേലിൽ ശ്രുതിമോളെ പറ്റി അങ്ങനെ പറഞ്ഞേക്കരുത്. ശ്രുതിമോൾ എന്റെ മോളാ, അല്ലാതെ ചതിയന്റെയോ ചെന്നായുടെയോ ഒന്നും അല്ല. ഇനി നീ അങ്ങനെ ചിന്തിക്കുകയെങ്കിലും ചെയ്താ അതിനായിരിക്കും നീ എന്റെ നടി മേടിക്കാൻ പോകുന്നത്. നിങ്ങൾ എത്രയൊക്കെ സ്നേഹവും മര്യാദയും മാന്യതയും ഒക്കെ എന്നോട് കാണിച്ചാലും എന്റെ ഉള്ളിൽ ഒരു കുറ്റവാളി ഇരിപ്പില്ലേ? ഒരിക്കലും മോചനം കിട്ടാത്തൊരു കുറ്റവാളി, ഒരു ദയാവധത്തിന് പോലും അർഹതയില്ലാത്ത കുറ്റവാളി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അക്ഷര. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ഭാര്യ നീ. ശ്രുതിമോള് നമ്മുടെ മോളാ. നമുക്കൊന്ന് സാമ്പ്രാണിക്കൊടി വരെ പോയാലോ? പൊന്നുമണിയെ അങ്ങനെ വീട്ടിൽ അടച്ചിരിക്കാൻ സമ്മതിക്കരുത്. അവൾ ഇറങ്ങി നടക്കണം. അവള് വെക്കുന്ന ഓരോ ചുവടും